ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫാമിലി വീക്കിന്റെ 4ാം ദിവസമായ ഇന്നിപ്പോൾ നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡും അമ്മയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി നടത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെയിൻ ഡോർ വഴി അമ്മ വരുന്നു. അമ്മ വന്നതിന് ശേഷം അപ്സര വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് തൻ്റെ ആൽബിൻ ചേട്ടൻ എവിടെ, ആൽബിൻ ചേട്ടൻ എന്താണ് വരാതിരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സത്യം പറ അമ്മേ, മോൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നത് മോനെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ്, മോനെ ഈ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇനി മുതൽ ബിഗ് ബോസിലേക്ക് കയറ്റുന്നില്ല എന്നുള്ളൊരു പുതിയൊരു നിയമം വന്നതുകൊണ്ടാണ് മോനെ കൊണ്ടുവരാൻ പറ്റാത്തത് എന്നുള്ളതായിട്ട് ആ ഒരു അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം ആൽബിന് ഷൂട്ടിങ്ങിൻ്റെ തിരക്കുണ്ട്, അതുകൊണ്ടാണ് അവൻ അവസാനം വരെ വരാം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ആൽബിൻ വരാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അപ്സര വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ എന്നോട് കള്ളം പറയുകയല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ആ സമയത്തും അമ്മ പറയുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല മോളെ, അവൻ അത്രയും തിരക്കായതുകൊണ്ടാണ് വരാതിരുന്നത്, പക്ഷെ അവന് വരണം എന്നുള്ളത് അത്രയധികം ആഗ്രഹമായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വന്ന ആ ഒരു സമയത്ത് തന്നെ ഒരുപക്ഷെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫാമിലി വീക്കിൽ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെ അപ്സരയുടെ അമ്മ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, മോനെ നിൻ്റെ അമ്മ വന്നടാ, നിൻ്റെ അമ്മയായിട്ട് ഞാൻ വന്നു, നിനക്ക് ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒപ്പം വരുന്ന ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു അത്. ഒരുപക്ഷെ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് ആ ഒരു മൊമെൻ്റ് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുമായിരിക്കും. പേഴ്സണലി എനിക്കൊക്കെ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി സത്യത്തിൽ ആ ഒരു മൊമെൻറ്റ്. കാരണം അഭിഷേകിൻ്റെ ആ ഒരു നിൽപ്പും ആ ഒരു ചിരിയും അപ്സരയുടെ അമ്മയുടെ ആ ഒരു കെട്ടിപ്പിടുത്തവും എല്ലാം കൊണ്ടും അത്രയധികം മനോഹരമായ ഒരു നിമിഷം തന്നെയായിരുന്നു എന്തായാലും അപ്സരയുടെ അമ്മ വന്നതിന് ശേഷം. അതിനുശേഷം വീണ്ടും അപ്സര ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ, എൻ്റെ ആൽബിൻ ചേട്ടൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു പ്രോമോയിൽ, നമ്മൾ മുൻപുള്ളൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അപ്സരയുടെ ആൽബിൻ ചേട്ടൻ തന്നെയാണ് ആ ഒരു അപരിചിതനായിട്ട് വരുന്നത് എന്നുള്ളത്. വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയായിരുന്നു അത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു വ്യക്തി മെഡിക്കൽ റൂം വഴി വരികയാണ്. അതായത് ഒരു കറുത്ത മാസ്ക് ഒക്കെ ഇട്ടിട്ട്, കറുത്ത ബനിയൻ ഇട്ടിട്ട് മെഡിക്കൽ റൂം വഴി വരുന്നു. അതിൻ്റെ പുറകിൽ തന്നെ ബിഗ് ബോസിൻ്റെ ഒരു ക്രൂ മെമ്പർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അർജുനും ജാസ്മിനും അവിടെ നിന്നും ഈ ഒരു ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് നടന്നു വരികയാണ്. ആ സമയത്താണ് മെഡിക്കൽ റൂമിലെ ശബ്ദം കേൾക്കുന്നതും അവിടെ നിന്നും പുറത്തേക്ക് ഒരു വ്യക്തി ഓടിപ്പോകുന്നത് നമ്മുടെ ആൽബിൻ ചേട്ടനായിരുന്നു. അങ്ങനെ അപ്സരയ്ക്കും ജാസ്മിനും നമ്മുടെ അർജുനും കൈക്ക് ഒരു കൊട്ടൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിനുശേഷം ആ ഒരു വീട്ടിലേക്ക് കയറുന്നതോടുകൂടി എല്ലാ മത്സരാർത്ഥികളും പേടിക്കുകയാണ്. നന്ദനയൊക്കെ ഭയന്ന് വിറച്ചവിടെ മാറി നിൽക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഏരിയയിലെ വട്ടം ചുറ്റിക്കൊണ്ട് ഇരിക്കുന്നു. അതിനുശേഷം അഭിഷേക് അവിടെ നിന്നും പറയുന്നുണ്ട് അത് ആൽബിൻ ചേട്ടനാണ് എന്നുള്ളത്. അതിനുശേഷം വേഗം അപ്സരയുടെ അടുത്ത് പോയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അപ്സരയെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു, ലൈവ് കണ്ടവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും, അത് അത്രയധികം വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. അത്രയധികം സന്തോഷവും സങ്കടവും അപ്സരയുടെ കരച്ചിൽ ഒരുപക്ഷെ നിന്നത് ആ ഒരു സമയത്ത് മാത്രമായിരിക്കും, തൻ്റെ ആൽബിൻ ചേട്ടനെ കണ്ട സമയത്ത് മാത്രമായിരിക്കും. ആൽബിൻ ചേട്ടൻ എന്നുള്ളൊരു വ്യക്തി ഒരു പക്ക BB മെറ്റീരിയൽ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ വന്ന സമയത്ത് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞിരുന്നു, ശ്രീധുവിൻ്റെ അമ്മ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്നുള്ളത്. വീണ്ടും നമ്മുടെ അപ്സരയുടെ ആൽബിൻ ചേട്ടൻ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. കാരണം അദ്ദേഹം അത്രയധികം എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് വ്യക്തമായി നമുക്കൊരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. എൻ്റർടൈനിങ് മാത്രമല്ല, ഓരോരുത്തർക്കും വേണ്ട വിധത്തിലുള്ള ഹിൻറ്റുകളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വന്ന സമയം തൊട്ട് തന്നെ നമ്മുടെ ജിൻഡോയോട് പറയുന്നുണ്ട്, ജിൻഡോയെ അപ്സര ഫിസിക്കൽ അസോൾട്ട് നടത്തിയെന്ന് പറയുമ്പോൾ എല്ലാവരും അമ്പരക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡാൻസിൻ്റെ സമയത്ത്, അതായത് അപ്സര ജിൻഡോയ്ക്ക് നൃത്തം പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇവിടെ വീട്ടിൽ കുറേ കുട്ടികൾ ഡാൻസ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്, അവർ പോകുന്ന സമയത്ത് എപ്പോഴും കയ്യിൽ കുറച്ച് മുറിവുകളൊക്കെ ആയിട്ടാണ് പോവാറുള്ളത്, അതായത് അപ്സര നുള്ളുകയും പിച്ചുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ജിൻഡോ പറയുകയാണ്, ഞാനും ആ ഒരു ഡാൻസ് പഠിച്ചു കഴിയുന്ന സമയത്ത് തന്നെ എന്നെ നുള്ളുകയും പിച്ചുകയും ഒക്കെ അപ്സര ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ഫൺ എലമെൻറ്റോടുകൂടി അദ്ദേഹം സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നോറയോട് പറയുകയാണ്, നോറ എപ്പോൾ വാ തുറക്കുന്നു അപ്പം ഞാൻ വീട്ടിലെ TV-യുടെ വോളിയം കുറയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിൽ ചമ്മിപ്പോയ ഒരവസ്ഥയിൽ നോറ നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ വല്ലാത്തൊരു വിനോദം, അല്ലെങ്കിൽ എല്ലാവരും ഒരുപക്ഷെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു നിമിഷമായിരിക്കും. നമ്മുടെ ജാസ്മിനൊക്കെ അവിടെ ഇരുന്ന്
കുശാല ബുദ്ധിയോടുകൂടി ആരോടാണ് ഇദ്ദേഹം ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ആരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജാസ്മിനോട് പറയുകയാണ് ഇപ്പോഴാണ് വാഴത്തോട്ടം ഫ്രീ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെയധികം തമാശ രൂപേണയാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അമ്മയോട് പറയുകയാണ്, അതായത് അപ്സരയുടെ അമ്മയോട് പറയണോ അമ്മ ഒടുക്കത്തെ അഭിനയമാണല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ KPSCയിലെ നല്ലൊരു അഭിനേത്രി ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാനാണോ എനിക്ക് ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്സരയുടെ അമ്മ നല്ലൊരു അഭിനേത്രിയാണ് എന്നുള്ളത് മുൻപ് തന്നെ ലാലേട്ടൻ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപ്സരയുടെ ആൽബിൻ ചേട്ടൻ ഒരു ഒന്നൊന്നര ബിഗ് ബോസ് മെറ്റീരിയലാണ്. അദ്ദേഹം തകർക്കുകയാണ്. നല്ല രീതിയിലുള്ള എന്റർടൈനിങ് ആയിക്കോട്ടെ, ഹിന്റുകളായിക്കോട്ടെ, ഓരോരുത്തരെ കളിയാക്കലായിക്കോട്ടെ, എല്ലാവർക്കിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കൊട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു വിനോദമായ ഒരു ആഹ്ലാദത്തിന്റെ നിഴലിപ്പാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അടുത്തത് നമ്മുടെ സായുടെ വൈഫാണ് ഫാമിലി വീക്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് ശേഷം അച്ഛൻ്റെ ഒരു വീഡിയോ കോൾ വഴിയുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു സംഭാഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും അപ്സരയുടെ ആൽബിൻ ചേട്ടൻ്റെ ഇനിയും രസകരമായ ഒരുപാട് തമാശകളും അദ്ദേഹത്തിന്റെ ബിഗ് ബോസ് വീട്ടിലെ ഇനിയുള്ള സന്ദർഭങ്ങളും എല്ലാം നമുക്ക് കാത്തിരിക്കാം. അതിന്റെ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ